നമസ്കാരം. നവകേരള സദസ്സ് ഇന്നലെ നടന്ന പത്തനംതിട്ട ജില്ലയിൽ ശരിക്കും പോലീസിന്റെ പണിക്ക് വേണ്ടി ഇറക്കിയത് ഡിവൈഎഫ്ഐ സ്ക്വാഡുകളെയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വരുന്നതിന് മുന്നിൽ 3-4 കാറുകളിലും ജീപ്പുകളിലുമായി ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരെ പറഞ്ഞുവിടുകയാണ് പോലീസ് ചെയ്തത്. ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഗുണ്ടായിസത്തിന് വഴിയൊരുക്കിയത്. വഴിയിൽ തടയാൻ നിൽക്കുന്നവർ ആരായാലും അവരെ ആദ്യം ഡിവൈഎഫ്ഐ സ്ക്വാഡ് കൈകാര്യം ചെയ്യണം. പിന്നാലെ വരുന്ന പോലീസ് അടികൊള്ളുന്നവരെ ജീപ്പിലാക്കി സ്റ്റേഷനിലേക്ക് മാറ്റും. റാന്നിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. എന്നാൽ അടൂർ ഇളവണ്ണൂരിൽ കരിങ്കൊടിയുമായി ചാടി വീണ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഡിവൈഎഫ്ഐയും പോലീസും കണ്ടം വഴി ഓടി. പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും കണക്കൂട്ടലുകൾ പാടെ തെറ്റിച്ചുകൊണ്ടാണ് യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ നിതിൻ ശിവയുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രയോഗത്തിനിറങ്ങിയത്. കോന്നിയിൽ നിന്ന് യോഗം കഴിഞ്ഞ് അടൂരിലേക്ക് വരുന്ന വഴി ഇളവണ്ണൂരിൽ വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. യൂത്ത് കോൺഗ്രസുകാരെ പോലെ റോഡിന്റെ വശങ്ങളിൽ നിന്നായിരുന്നില്ല, മധ്യത്തിലേക്ക് ഇറങ്ങി നിന്നാണ് കരിങ്കൊടി വീശി മുദ്രാവാക്യം മുഴക്കിയത്. കരിങ്കൊടി പ്രയോഗക്കാരെ പോലീസിന്റെ നിർദ്ദേശാനുസരണം നേരിടാൻ വന്ന ഡിവൈഎസ്പി സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തു. വ്യക്തമായ പദ്ധതിയോടെയാണ് യുവമോർച്ച നിരത്തിലിറങ്ങിയത്. ആദ്യം കരിങ്കൊടി കാണിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം ചോർന്ന് രഹസ്യാന്വേഷണ വിഭാഗം അവിടെ രക്ഷാപ്രവർത്തകരെ ഇറക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇളമന്നൂരിലേക്ക് മാറ്റിയത്. കരിങ്കൊടി കാണിക്കുന്നവരെ മർദ്ദിക്കാൻ വരുന്ന രക്ഷാപ്രവർത്തകർക്കും ഗൺമാന്മാർക്കും തിരിച്ചടി കൊടുക്കാൻ വേണ്ടി വലിയ സംഘം പ്രവർത്തകർ മാറി പലയിടത്തായി നിലയുറപ്പിച്ചിരുന്നു. പട്ടിക കഷ്ണവും കുറുവടിയും ഇവർ മാറ്റിയിടുകയും ചെയ്തു. ഇവർക്ക് നേരെ കാറുമായി പാഞ്ഞെടുത്ത ആദ്യ രക്ഷാപ്രവർത്തക സംഘത്തിന് തന്നെ കാര്യം പിടികിട്ടി. ഇതോടെ യുവമോർച്ച പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ച് രക്ഷാപ്രവർത്തകർക്കും ഗൺമാന്മാർക്കും കടന്നു പോകേണ്ടി വന്നു. കാറിലിരുന്ന് ലാത്തി ഉയർത്തിക്കാട്ടിയ ഗൺമാന്മാർക്ക് നേരെ കുറുവടി പൊക്കിക്കാട്ടിയാണ് പ്രവർത്തകർ പ്രതികരിച്ചത്. ഇതേ റൂട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏഴംകുളത്ത് വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശി. റാന്നിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തകർ പോലീസ് ഒത്താശയോടെ തല്ലിച്ചതച്ചു. രക്ഷാപ്രവർത്തനത്തിന് വന്നവർ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് MG കണ്ണന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്നും പരാതി ഉയരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിലേക്ക് വന്ന മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിച്ച വാഹനം എത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു സംഭവം. കമ്പിൽ കറുത്ത തുണി ചുറ്റി ബസ്സിന് നേരെ വലിച്ചെറിയാനായി 20ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മണിക്കൂറുകളോളമായി പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ഉദിമൂടിന് സമീപം കാത്തുനിൽക്കുകയായിരുന്നു. വഴിയിലെ പ്രതിഷേധം നിരീക്ഷിച്ച് കാറിൽ വന്ന SFI DYFI പ്രവർത്തകർ ഇവരെ തിരിച്ചറിയുകയും തുടർന്ന് സംഘർഷം ആരംഭിക്കുകയുമായിരുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് MG കണ്ണനെ DYFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു, നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. 20 മിനിറ്റോളം സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടർന്നു. ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വണ്ടിയിൽ കയറ്റി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആക്രമണം നടത്തിയ CPM SFI DYFI പ്രവർത്തകരിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. പോലീസിന്റെ ഒത്താശയോടെയാണ് DYFI പ്രവർത്തകർ ക്രമസമാധാന പാലനത്തിന് ഇറങ്ങിയതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെ ആറന്മുള മണ്ഡലത്തിലെ യോഗം നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനും സംഘവുമാണ് കറുത്ത ബലൂണുകളിൽ ഹൈഡ്രജൻ നിറച്ച് ഇവിടേക്ക് പറത്തിവിട്ടത്. യൂത്ത് കോൺഗ്രസിന്റെ പതാകയും കരിങ്കൊടിയും ബലൂണിൽ കെട്ടിയാണ് സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് പറത്തിവിട്ടത്. മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിന് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. നവകേരള സദസ്സിന്റെ മണ്ഡലം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെയാണ് ഇന്നലെ വൈകിട്ട് ഈട്ടിമൂട്ടിപ്പടിയിൽ വെച്ചാണ് 11 സംഘം കരിങ്കൊടിയുമായി കുറുകെ ചാടിയത്. പിന്നാലെ എത്തിയ പോലീസ് ഇവരെ പിടികൂടി സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഫൈസലിനെയും കരുതൽ തടങ്കലിലാക്കിയിരുന്നു.